പുതുവർഷത്തെ വരവേൽക്കാൻ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും ബീച്ചുകൾ കേന്ദ്രീകരിച്ച ആഘോഷം, ഹോട്ടലുകളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ച ആഘോഷങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യനും, കൊച്ചിയിൽ നിന്ന് മുജ്തബയും ലിഡിയും, കോഴിക്കോട് നിന്ന് ഫൈസലുമുണ്ട്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്, ഷിജോ കുര്യയിലേക്ക് പോവുകയാണ്. ഷിജോ, കോവളത്തെ ആഘോഷങ്ങൾ എങ്ങനെയുണ്ട്? ആഘോഷങ്ങൾ തുടങ്ങിയോ? പ്രത്യേകിച്ച് വിദേശീയർ ഏറ്റവും കൂടുതൽ വരുന്നത്, അവർ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് കോവളത്താണ്. അപ്പോൾ കോവളത്തെ ഇത്തവണത്തെ ആഘോഷം എങ്ങനെയുണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ? ആഘോഷങ്ങൾ അതിൻ്റെ പാരമ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ പരമാവധി വിദേശികളെ ലൈവിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരാളെ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു നിരാശാജനകമുള്ള കാര്യം. ഞാൻ പരമാവധി വിദേശികളെ തപ്പിപ്പിടിച്ച് പോകുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കണ്ണിലാരും വിദേശികളാരും ഉടക്കുന്നില്ല. കൂടുതലും സ്വദേശികൾ തന്നെയാണ്. കോവളത്ത് അക്ഷരാർത്ഥത്തിൽ ഒരു വൈബിലേക്ക് കോവളം മാറിയിട്ടുണ്ട്. എന്തിനും ഏതിനും ആഘോഷത്തിന് കോവളം നിൽക്കുന്ന തരത്തിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളടക്കം കൂടുതൽ ആളുകൾ മലയാളികളായിട്ടുള്ള ആളുകളുണ്ട്, മറ്റ് വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളാൽ ഇപ്പോൾ കോവളം അക്ഷരാർത്ഥത്തിൽ ആഘോഷത്തിലേക്ക് പോയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ കോവളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ലൈവിലൊക്കെ കുറേയധികം കുട്ടികൾ പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് പാട്ടിലേക്കും ആഘോഷത്തിലേക്കും ഒക്കെ കുട്ടികൾ പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വൈബിലേക്ക് ആളുകൾ കടന്നിട്ടുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വിവിധ തീരമേഖലകൾ അങ്ങ് വിവിധ ഇടങ്ങളിലുണ്ട്. വർക്കല മുതൽ ശംഖുമുഖവും കോവളവും അങ്ങനെ ഓരോ ബീച്ചുകളും വലിയ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എവിടുന്നാണ് വരുന്നത്? നെയ്യാറ്റിൻകര. തിരുവനന്തപുരത്തിനുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു ന്യൂ ഇയർ ആഘോഷം എങ്ങനെയാണ്? ഗംഭീരമാണ്. എല്ലാ വർഷവും അങ്ങനെയാണ്. എന്താണ് ന്യൂ ഇയറിലേക്ക് കടക്കുമ്പോൾ പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്. ഇനി നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ കോവളത്തെ ആഘോഷം കണ്ടു തോന്നുന്നു. കുട്ടികളൊക്കെ നല്ല ഡാൻസും പാട്ടും കളിച്ച് നടക്കുകയാണ്. അവർ എൻജോയ് ചെയ്യട്ടെ. പിള്ളേരല്ലേ, അവരല്ലേ ആഘോഷിക്കേണ്ടത്. അവരാഘോഷിക്കണം, അവരുടെ ആ പ്രായം അതല്ലേ. അപ്പോൾ അജി, ഞാൻ നേരത്തെ നമ്മുടെ ലൈവിൽ വന്ന കുറേയധികം കുട്ടികളാണ്. നിങ്ങൾ എന്നെ കണ്ട് പാട്ട് ഡാൻസ് നടത്തണം, ഡാൻസ് കളിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർ കാണേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു ഡാൻസും പാട്ടും ഒക്കെ ആയാലോ? പാട്ട് വെച്ചോ, ഒരു ഡാൻസും. അപ്പം അത് ആവേശം വരണം. ഇത് നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ. അപ്പോൾ അജി, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. എറണാകുളത്ത് നിന്ന് വന്ന നേരത്തെ നമ്മൾ സംസാരിച്ച കുറേയധികം കുട്ടികളാണ്. അവർ സ്പീക്കറൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ നല്ല ഒരു വൈബിലേക്ക് ആ കുട്ടികളാണ് ഇവിടെ കൂടുതൽ തുടക്കമിടുന്നത്. ബാക്കിയുള്ളവരൊക്കെ അതിനൊപ്പം കൂടുന്നുണ്ട്. നമുക്കെന്തായാലും എറണാകുളത്താണ് വരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര പൊളി വൈബിലാണ്. അടിപൊളി വൈബിലാണ്. ഞങ്ങൾ ന്യൂ ഇയർ കൂടാൻ വേണ്ടി മാത്രം വന്നതാണ് എറണാകുളത്ത്. കഴിഞ്ഞ വർഷം വന്നിരുന്നു, ഈ വർഷം ഞങ്ങൾക്ക് കൂടാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. ഓരോ പുതുവർഷത്തിലും നമുക്ക് ഓരോ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു പുതിയ തീരുമാനത്തിലേക്കാണോ 2025 കടക്കുന്നത്? തീർച്ചയായും. അപ്പോൾ തീരുമാനം നമുക്ക് പുറത്തു പറയാൻ വരുന്ന തീരുമാനമാണോ? പറ്റില്ല. ആർക്കും ആരുടെ തീരുമാനം ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്ന് പറയുന്നതല്ലല്ലോ നാളെ വരുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിലാഗ്രഹങ്ങൾ നടക്കണമെന്നാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. അത് അങ്ങനെ തന്നെ നടക്കണം. അപ്പോൾ പാർവതി, എന്നാ പറയാനുള്ളേ? എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പ്രത്യേകിച്ച് പറയല്ലോ, പിന്നെ വൈബിൽ ഇങ്ങനെ കളിക്കുന്നു ഞങ്ങൾ എല്ലാവരും. ഇപ്പോൾ നിങ്ങൾ ഡാൻസ് കളിക്കാണപ്പോൾ എനിക്കും ഡാൻസ് കളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കളിച്ചോ? ഡാൻസ് കളിച്ചോ? ധൈര്യം കളിച്ചോ? അപ്പോൾ എന്തായാലും തിരുവനന്തപുരം നഗരത്തിൻ്റെ മുക്കും മൂലയും ആഘോഷത്തിലേക്ക് കടന്നിട്ടുണ്ട്. കോവളവും ശംഖുമുഖവും വർക്കലയും അങ്ങനെ തുടങ്ങി വിവിധ സ്ഥലങ്ങൾ, അങ്ങനെ എല്ലായിടത്തും വലിയ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞു കുട്ടികളടക്കം, അതായത് പ്രായഭേദമന്യേ കുഞ്ഞു കുട്ടികളടക്കം ഡാൻസ് പാട്ട് കളിക്കാണ്. എവിടുന്നാ വരുന്നേ? ചവറ. എത്രയാ പഠിക്കുന്നേ? 4. ന്യൂ ഇയർ അല്ലേ? ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാലോ? കുറച്ചും കൂടെ ഒച്ചത്തി പറഞ്ഞേ. കൊച്ചേർക്ക ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. അങ്ങനല്ല, നീ കുറച്ചും ഒച്ചത്തി പറയണം. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞേ. അതാണ്. അപ്പൊ പിള്ളേരൊക്കെ അജി കാണുന്നുണ്ടല്ലോ അല്ലേ? അജിയുടെ ഇതുപോലെ വന്ന് ഈ ശംഖുമുഖം ബീച്ചിലോ അല്ലെങ്കിൽ കോവളം ബീച്ചിലോ വന്ന് ഡാൻസ് കളിച്ച ഓർമ്മ വല്ലതും ഉണ്ടോ? ഇല്ല, നമ്മൾ മൊത്തം റബ്ബർ തോട്ടത്തിലായിരുന്നല്ലോ. ഷിജോയ്ക്ക് അറിയാലോ, എൻ്റെ നാട് പത്തനംതിട്ടയാണ്. അവിടെ ബീച്ചൊന്നുമില്ല, ആകെയുള്ളത് റബ്ബർ തോട്ടമാണ്. ആ റബ്ബർ തോട്ടത്തിലായിരുന്നു നമ്മുടെ പരിപാടികൾ മൊത്തം. ഈ ആഘോഷം കാണുമ്പോൾ എനിക്ക് സിജോയുടെ കുഴപ്പം ഒരാളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, സെയ്ഫ്. കാരണം എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ഒരുമിച്ചാണ്. ഇപ്പോൾ ഇത്തവണ സെയ്ഫ് എവിടെ പോയി? അത് പല പ്രേക്ഷകരും ചോദിക്കുന്നുമുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഏതാണ്ട് 7:10
8 മണിയുടെ ലൈവിന് അല്ലെങ്കിൽ 9 മണിയുടെ ലൈവിന് സൈഫ് സലാഹുദ്ദീൻ ഷിജോയ്ക്കൊപ്പം ഉണ്ടാകും. എന്തായാലും നേരത്തെ എന്നോട് വരേണ്ടതായിരുന്നു, പക്ഷേ ഇതിന് ബ്യൂറോയുടെ ചാർജ് ഉള്ളതുകൊണ്ട് കുറച്ച് മറ്റു ചില തിരക്കുകളുണ്ട്, രാഷ്ട്രീയ വാർത്തകളിലേക്ക് തിരക്കിലാണ്. അതുകൂടി കഴിയുമ്പോൾ സൈഫ് ഉറപ്പായിട്ട് ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് കടക്കും. അത് യാതൊരു തർക്കമില്ലാത്തതാണ്. ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഡാൻസ് കളിച്ചൊക്കെ തകർക്കുകയാണ്. അവനിങ്ങനെ ലൈവിൽ കിടന്ന് ഡാൻസ് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. രണ്ടുപേരും ഭയങ്കര രസകരമായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അജി റബ്ബർ തോട്ടത്തിലായിരുന്നു അജിയുടെ ന്യൂ ഇയർ ആഘോഷം. റബ്ബർ തോട്ടത്തിൽ ന്യൂ ഇയർ ആഘോഷം മാത്രമായത് നന്നായി. എന്തായാലും ഇപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ ജില്ലകളിൽ നിന്നൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എവിടെ നിന്നാ വന്നേ? വിഴിഞ്ഞം. തിരുവനന്തപുരത്തിനുള്ള ആളുകളാണ്. അപ്പോൾ ന്യൂ ഇയറിലേക്ക് കടക്കുകയാണ്. എന്താണ് പ്രതീക്ഷ? നല്ല പ്രതീക്ഷ. പ്രശ്നങ്ങളൊക്കെ മാറി വരട്ടെ എന്നുള്ള പ്രതീക്ഷ. 2024 എങ്ങനെ ഉണ്ടായിരുന്നു? சாட் ஆயிருது எனக்கு. உங்களுக்கு மலையாளம் தெரியாதா? தெரியாது. தமிழ்லயே பேசுங்க. 2024 உங்களுக்கு எப்படி இருந்தது? அப்பா இறந்து போயிட்டாங்க, அதனால. அப்போ 2025 உங்களோட எக்ஸ்பெக்டேஷன் എന്ത്? ഇനി நல்லா இருக்கணும், நல்லா எல்லாமே. உங்களுக்கு நல்ல ஒரு ഹാപ്പി ന്യൂ ഇയർ. ஆமா, நல்ல ஒரு ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അപ്പോൾ പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിച്ച ആളുകളുണ്ട്, വലിയ ദുഃഖങ്ങളും ഒക്കെ നേരിട്ട ആളുകളുണ്ട്. അപ്പോൾ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് പോകുന്നത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താണ് ഈ സന്തോഷത്തിന് കാരണം? ചിരി മാത്രം പോരെ പറയണം. ന്യൂ ഇയർ അല്ലേ? സന്തോഷം. എവിടുന്നാ വരുന്നേ? ഇവിടെ തന്നെ കോളം തന്നെയുള്ള ആളുകളാണ്. ഇതൊക്കെ കുറേ നേരം രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരി മാത്രമേ ഉള്ളോ? സൗണ്ട് പുറത്തേക്ക് വരില്ലേ? അങ്ങനെയൊന്നുമില്ല. അന്ന് പറയട്ടെ, സൗണ്ട് വരട്ടെ. സന്തോഷം. അപ്പോൾ എന്താണ് 2025 കടക്കുമ്പോഴുള്ള പ്രതീക്ഷ എന്താണ്? ശുഭപ്രതീക്ഷ. ഈ ശുഭപ്രതീക്ഷ നല്ലതാവട്ടെ. ഇതിനപ്പുറത്തേക്ക് ഈ ക്ലീശ വാക്കിനപ്പുറത്തേക്ക് എന്താ പറയാനുള്ളത്? ക്ലീശ വാക്കിനപ്പുറത്തേക്കും നല്ലതാവട്ടെ എന്ന് പറയാനുള്ളൂ. ഒട്ടും ക്ലീശ അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് പ്രതീക്ഷ? ഇവിടെ പ്രതീക്ഷ ചോദിക്കുക, അപ്പുറത്താണ് ചോദിക്കും നോക്കുന്നത്. ഇല്ല, നല്ലതാവട്ടെ, എല്ലാവർക്കും നല്ലതാവട്ടെ. ഈ 2024 എങ്ങനെ ഉണ്ടായിരുന്നു? വെരി ബാഡ്. അത് ഞാനിവിടെ അഭിപ്രായം ചോദിച്ചിവിടെയാണ് പറഞ്ഞത്. എന്നാൽ വളരെ മോശം എന്നാണ് പറയുന്നത്. മോശമായിട്ടുള്ള കാര്യം എന്ന് പറയാനുള്ള എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ല, മൊത്തത്തിൽ പറഞ്ഞതാ. മൊത്തത്തിൽ പറഞ്ഞാ. അപ്പോൾ എന്തായാലും ആഘോഷ കഴിവില്ല അവിടെ കേട്ടോ. അപ്പോൾ അജി, പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ന്യൂ ഇയർ ആണ്, പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിനേക്കാട്ടിലും കുറച്ചുകൂടിയുള്ള വൈബിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം. വേർ ആർ യു ഫ്രം? Delhi. How to celebrate New Year? I believe you find a good place to sit and relax yourself. How's Kerala? Very nice. I really want to sit, enjoy, and I'm saying my husband to please search job and stay here. Don't go Delhi. Great. Really, I am very happy. The guys are very good, and best thing is honesty. ശരി ഷിജോ, എന്തായാലും ഞാൻ ഷിജോയിലേക്ക് ഒന്ന് മടങ്ങിയെത്താം. ഞാൻ